നമ്മുടെ നാട് ഭേദയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷവേളയിൽ മുസ്ലിം പള്ളികൾ താർപോളിൻ ഷിജിനാൽ മറക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊങ്കാല പള്ളിമുറ്റത്തിരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മതനിരപേക്ഷ കേരളത്തിന്റെ ശക്തി. ആ ശക്തി ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും സാഹോദര്യവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിന്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിന്റെ പൈതൃകത്തിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നീങ്ങുന്നു. പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു. ഗുരുവിന്റെ നാടെന്ന് പറയുമ്പോൾ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് ഗുരു. ആ ഗുരുവിന്റെ നാട്ടിൽ ചിലർ ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഉന്നതകുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു ഗുണോദ്ധാരിയായി പിറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളികളുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യപ്പെടുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും മാത്രമല്ല, വസ്ത്രധാരണം, ഭക്ഷണം, ഇതിന്റെ എല്ലാം പേരിൽ മനുഷ്യരെ വേർതിരിക്കാനായി തക്കം പാർത്തിരിക്കുകയാണ് പലരും. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനുള്ള കരുത്ത് എക്കാലത്ത് പ്രകടിപ്പിക്കാൻ SNDP യോഗത്തിനായിട്ടുണ്ട്. ആ മഹത്തായ വൈദ്യുതം കൂടുതൽ ശക്തമായ നിലയിൽ തുടരാനാവണം. ഗുരു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും കാലിക പ്രസക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് SNDP. അതുകൊണ്ട് തന്നെ SNDP ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഗുരുവിന്റെ സന്ദേശങ്ങൾ ആവശ്യപ്പെടും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക്